ഇന്ന് നമ്മുടെ 50+ ആൻറ്റി ഏജിങ് ചലഞ്ചിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ സ്കിന്നിനൊരു ഡീപ്പ് ഹൈഡ്രേഷൻ ആൻഡ് ഗ്ലോയാണ് നൽകാൻ പോകുന്നത്. 50കളിലേക്ക് എത്തുമ്പോൾ പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഡ്രൈ സ്കിൻ. സ്കിൻ എപ്പോഴും ഡ്രൈ ആകുന്നു, ഗ്ലോ നഷ്ടപ്പെടുന്നു എന്നീ പ്രശ്നങ്ങൾ. 50 കഴിഞ്ഞാൽ ഇത് സാധാരണമാണ്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ കുറയുന്നു, ഹൈഡ്രേഷൻ മോളിക്യൂൾസ് കുറയുന്നു, സ്കിൻ ബാരിയർ വീക്കാകുന്നു. അതുകൊണ്ടാണ് മുഖം ടൈറ്റായി തോന്നുന്നത്, ഫൈൻ ലൈൻസ് കൂടുതൽ വിസിബിൾ ആകുന്നത്, മേക്കപ്പ് പോലും നന്നായിട്ട് ഇരിക്കാത്തത്. അതുകൊണ്ട് തന്നെ 50സിലെ ഡ്രൈ സ്കിന്നിന് പരിഹാരമെന്ന് പറയുന്നത് എക്സ്പെൻസീവ് പ്രോഡക്റ്റ്സ് അല്ല, സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷനും നറിഷ്മെൻറ്റും നൽകുക എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ നൽകുകയും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുകയും ഒരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡേ 2-ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യുകയാണ്. ഡ്രൈനെസ് ഉണ്ടാകുമ്പോൾ ചുളിവുകളും ഫൈൻ ലൈൻസും കൂടുതലായിട്ട് മുഖത്തുണ്ടാകും. ഒരു ഉദാഹരണം പറയാം. ഒരു ചെടി നോക്കുക. അത് നന്നായിട്ട് വെള്ളം കിട്ടുമ്പോൾ ഇലകളൊക്കെ ഫ്രഷായിട്ട് നിൽക്കും. പക്ഷേ കുറച്ച് ദിവസം വെള്ളം കൊടുക്കാതെ ഇരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇലകൾ അല്പം വാടും, ചുരുങ്ങും, ജീവനില്ലാത്തതുപോലെ തോന്നും. നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെയാണ്. 50 കഴിഞ്ഞാൽ സ്കിന്നിന് മോയ്സ്ചർ പിടിച്ചു നിർത്താനുള്ള ശക്തി കുറയുന്നു. അതുകൊണ്ടാണ് മുഖം അല്പം ഡള്ളായതുപോലെ തോന്നുന്നത്, ഫൈൻ ലൈൻസൊക്കെ കൂടുതൽ കാണുന്നതും ഗ്ലോ കുറയുന്നതും. അതായത് പ്രശ്നം സർഫസിൽ കാണുന്ന ഡ്രൈനെസ് മാത്രമല്ല, സ്കിന്നിൻ്റെ ഉള്ളിൽ മോയ്സ്ചർ കുറയുന്നതാണ്. അതിനാലാണ് ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്കിന്നിനെ വീണ്ടും വെള്ളം കിട്ടിയ ഒരു ചെടി പോലെ റിവൈവ് ചെയ്യാനുള്ള ഒരു ഹൈഡ്രേഷൻ തെറാപ്പിയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്രഷ് അലോവേറയും ഹണിയുമാണ്. അലോവേറ ഒരു നാച്ചുറൽ സ്കിൻ ഹീലറാണ്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കുന്നതാണ്. അടുത്തത് ഹണിയാണ്, തേനാണ്. ഇത് ഒരു നാച്ചുറൽ ഹ്യൂമെക്റ്റൻ്റ് ആണ്. ഹ്യൂമെക്റ്റൻ്റ് എന്നത് എന്താണ്? സ്കിന്നിലേക്ക് നനവ് ആകർഷിച്ച് അതിനെ ലോക്ക് ചെയ്ത് നിർത്തുന്ന ഘടകമാണ്. അതായത് ഹണി സ്കിന്നിലേക്ക് മോയ്സ്ചർ കൊണ്ടുവരികയും അതിനെ ലോക്ക് ചെയ്ത് നിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ സ്കിന്നിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അലോവേറ എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള അലോവേറ എടുക്കുന്നതാവും ഏറ്റവും നല്ലത്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അലോവേറ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് മഞ്ഞ പോലെ ഒരു മഞ്ഞ കളർ ഒരു ജെല്ല് വരും. അപ്പോൾ അതിന് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കി വെച്ചാൽ മതിയാകും. അപ്പോൾ അതൊരു കറയാണ്. അത് നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകും, ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ കളർ കറ പോകുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിങ്ങനെ ഈ അലോവേറ എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇത് കുറച്ചൊന്ന് കട്ട് ചെയ്യാം. ഇത്രയും മതിയാവും നമുക്ക്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലെ ആ മുള്ള് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ പുറത്തെ ആ സ്കിന്നും കൂടെ റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഹണി ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മുഖത്ത് കഴുത്തിലും നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്യുക. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ്.
ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒന്നാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ലാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് കുറച്ച് അലോവേറ ജെൽ എടുക്കുക, അതിലേക്ക് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യാവുന്നതാണ്. ഇവ രണ്ടും കൂടി ഒരുമിച്ച് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ഹണിയും അലോവേറ ജെല്ലും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്കിന്നിന് ഒരു ഇൻസ്റ്റന്റ് സോഫ്റ്റ്നെസ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ ആദ്യം വേണ്ടത് വാട്ടറും അതേപോലെ മോയ്സ്ചർ ബാലൻസുമാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് അത്രയും പ്രധാനപ്പെട്ടതാകുന്നത്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ മുഖത്ത് വെക്കുക, അതിനുശേഷം കഴുകിക്കളയാവുന്നതാണ്. അലോവേറയും ഹണിയും 30 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയതിന് ശേഷം ഇപ്പോൾ സ്കിൻ നല്ല സോഫ്റ്റായി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകും. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്. ഡ്രൈ സ്കിന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇനി എക്സ്ഫോളിയേഷൻ ചെയ്യരുത്, സ്കിൻ കൂടുതൽ വരണ്ടതാകും എന്നുള്ളത്. പക്ഷേ ശരിയായ രീതിയിലുള്ള ജെന്റിലായിട്ടുള്ള എക്സ്ഫോളിയേഷൻ ഗ്ലോ തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടി, തക്കാളിയുടെ ജ്യൂസ്, കുറച്ച് തൈര്, തേന് എന്നിവയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ 1 ടീസ്പൂൺ അരിപ്പൊടി എടുക്കാം. ഈ അരിപ്പൊടി എന്നത് നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെഡ് സെൽസ് ഒക്കെ സോഫ്റ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ എത്ര ഇട്ടാലും ഒരു ഗ്ലോ വരികയില്ല. അതുകൊണ്ട് നമുക്ക് ഈ റൈസ് ഫ്ലോർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ വളരെ ജെന്റിലായിട്ട് റിമൂവ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് 2 ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസാണ്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ടൊമാറ്റോയിൽ ലൈക്കോപ്പിൻ എന്ന ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് ഡൾനെസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സൺ എക്സ്പോഷർ മൂലം വന്ന അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് 1 ടീസ്പൂൺ തേനാണ്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തേൻ കൂടി ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു മോയ്സ്ചർ നമ്മുടെ സ്കിന്നിന് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേനെന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് തൈരാണ്. തൈര് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് 1 ടീസ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. തൈരിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും നല്ല സ്മൂത്ത് ആക്കാനായിട്ടും വളരെയധികം നല്ലൊരു ഗ്ലോ തരാനായിട്ടും വളരെയധികം സഹായിക്കുന്നതാണ്. അതേപോലെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖം ഒന്ന് നനച്ചതിന് ശേഷം ഇത് നിങ്ങളുടെ മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യുക. അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതാ കണ്ടോ, ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ മുഖത്തും കഴുത്തിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യുക. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ സ്കിന്നിലെ റഫ്നെസ് കുറയ്ക്കും, സ്കിൻ സർഫസ് സ്മൂത്താക്കും, നല്ലൊരു ഹൈഡ്രേഷൻ തരും, ഒരു നാച്ചുറൽ ഗ്ലോ തരും. സ്കിന്നിന് ഒട്ടുമേ ഡാമേജ് ചെയ്യാതെ സോഫ്റ്റായിട്ട് റിന്യൂ ചെയ്യുന്ന ഒരു തെറാപ്പിയാണിത്. ഹൈഡ്രേഷനും ഒരു ജെന്റിലായിട്ടുള്ള എക്സ്ഫോളിയേഷനും ഇവ രണ്ടും കൂടി കമ്പൈൻ ചെയ്താലാണ് 50s വരണ്ട ചർമ്മത്തിന് യഥാർത്ഥമായിട്ടുള്ളൊരു പരിഹാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ 50 കഴിഞ്ഞാൽ വരണ്ട ചർമ്മം എന്ന് പറയുന്നത് നോർമലാണ്. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. ഹൈഡ്രേഷൻ കൊടുക്കുക, ശരിയായിട്ടുള്ള കെയർ കൊടുക്കുക. നിങ്ങളുടെ സ്കിന്ന് ആ പഴയൊരു സോഫ്റ്റ്നെസ്സും ഗ്ലോയും തിരികെ നൽകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡേ 1 ഞാൻ പറഞ്ഞ ഈ ഒരു ഓയിൽ മിക്സ് അത് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഓയിൽ മിക്സ് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതിനുശേഷം മുഖം വാഷ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫേസ് പാക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. പകൽ സമയങ്ങൾ നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു നൈറ്റ് ടൈമിലും നിങ്ങൾക്ക് സിറം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, മോയ്സ്ചറൈസർ അതേപോലെ നൈറ്റ് ക്രീമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് സ്കിൻ കെയർ നിങ്ങൾ ഈ ഒരു പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്തിരിക്കണം.
പിന്നെ ഇവ രണ്ടും ഒരേ സമയം തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അലോവേര ജെല്ലും അതേപോലെ ഹണിയും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ അടുത്ത ഈ ഒരു പാക്കും കൂടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. മുഖത്ത് നല്ല രീതിയിൽ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറാനായിട്ട് ഈ 2 പാക്കുകളും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇത് ഡേ 2 ആണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ 2 സ്റ്റെപ്സും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Bye.